എക്സസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്രോബോൾ എന്ന ലെസണിലെ എക്സസൈസസ്. ഒന്നാമത്തെ ചോദ്യം, let us develop a story map about Chippy at school. It's an interesting way to find all the important parts of a story, like where it happens, who are in it, and what events take place. Title of the story, Crowball, Taro Yashima. സ്റ്റോറിയുടെ ടൈറ്റിൽ പേര് പറയുന്നുണ്ട് ക്രോബോൾ, എഴുതിയ ആളുടെ പേര് പറയുന്നുണ്ട് ടാരോ യഷിമ. സെറ്റിംഗ്സ്, വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്സ് പ്ലേസ്. എവിടെ വെച്ചാണ് ഈ സ്റ്റോറി നടന്നത്? എ റിമോട്ട് വില്ലേജ് ഇൻ ജപ്പാൻ, ജപ്പാനിലുള്ളൊരു ഗ്രാമത്തിൽ വെച്ചിട്ട്. ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി, ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓർ ആനിമൽ ഇൻ ദ സ്റ്റോറി. ചിപ്പി, ക്ലാസ്മേറ്റ്സ്, മിസ്റ്റർ ഈസോ ആൻഡ് ക്രോ, കാക്കകളും ഉണ്ട്. ക്ലാസ്മേറ്റ്സ്, ചിപ്പി, സാറ്, പുതിയ സാറ്. ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ എന്താണ് സംഭവിച്ചത്? ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂൾ, ചിപ്പി ഹൈഡ്സ് ബിക്കോസ് ഹി ഫീൽസ് ഡിഫറെന്റ് ആൻഡ് അലോൺ. ആദ്യത്തെ ദിവസം ചിപ്പിക്ക് പേടിയായത് കാരണം അവൻ ഒളിച്ചിരിക്കും. ഹി ഈസ് സ്മോൾ ആൻഡ് ക്വയറ്റ് ആൻഡ് അതർ കിഡ്സ് കോൾ ഹിം ചിപ്പി ആൻഡ് ലീവ് ഹിം ഔട്ട്. അവൻ ചെറിയൊരു കുട്ടിയായത് കാരണം മറ്റുള്ള കുട്ടികൾ അവനെ ചിപ്പി എന്നാണ് വിളിച്ചിരുന്നത്, ടൈനി ബോയ് എന്നുള്ള അർത്ഥത്തിൽ. അവൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ലീവ് ഹിം. Middle part of the story, in the 6th grade, a new teacher named Mr. Aesop came to the school. He was a very friendly man with a smile. He changed the way which other children looked at Chippy. അപ്പോൾ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ, 5 വർഷങ്ങൾ പഠിച്ചു, 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു പുതിയ സാറ് വന്നു. അദ്ദേഹം വളരെ സൗഹൃദപരമായിട്ടും എപ്പോഴും ഒരു ചിരിയോടുകൂടി നടക്കുന്നൊരു സാറായിരുന്നു. അദ്ദേഹമാണ് ചിപ്പി എങ്ങനെയാണെന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ചിപ്പിനെ ഒന്ന് മാറ്റിയെടുത്തത് അദ്ദേഹമാണ്. Ending of the story, for the talent show of that year, Chippy imitated the cries of crow with different emotions. Even grown-ups wiped their eyes seeing the performance. From that day on, he was called Crowboy. അപ്പോൾ ടാലന്റ് ഷോയുടെ ദിവസം, അന്ന് ആ വർഷത്തെ അവസാനത്തെ പ്രോഗ്രാമായ ടാലന്റ് ഷോയുടെ ദിവസം ചിപ്പി എന്ത് ചെയ്തു? കാക്കകളെ ഇമിറ്റേറ്റ് ചെയ്തു, അനുകരിച്ചു. ആ അനുകരണം കണ്ടിട്ട് മുതിർന്ന ആൾക്കാർ പോലും കരഞ്ഞു, അവരുടെ പോലും കണ്ടു നിറഞ്ഞു എന്നാണ് പറയുന്നത്. What does the story tells us about treating others who are different from us? നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് സ്റ്റോറി ഈ കഥ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. The story reminds us to look beyond the surface and appreciate the unique qualities of others. അപ്പോൾ പുറമേയുള്ള സൗന്ദര്യമാണെങ്കിലും പുറമേയുള്ള ഭംഗിയും നോക്കാതെ അവരുടെ യുണീക്ക് ക്വാളിറ്റീസ്, അവർക്ക് തന്നതായ അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും, അത് നോക്കാനാണ് നമ്മൾ ഈ കഥ പഠിപ്പിക്കുന്നത്. Even those who have seemed different may have gift that can inspire the world. The story teaches us that difference make the world more beautiful. അപ്പോൾ ഇങ്ങനെ ചില പോരായ്മകളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചില കഴിവുകൾ ഉണ്ടാകും. അത് ലോകത്തെ പോലും പ്രചോദിപ്പിക്കാൻ തക്കതായിട്ടുള്ള കഴിവുകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻസ് മേക്ക് ദ വേൾഡ് മോർ ബ്യൂട്ടിഫുൾ. അപ്പോൾ വ്യത്യസ്തതയാണ് ഈ ലോകത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. Second question, here is a thank you note prepared by Chippy for his teacher, Mr. Iso. A thank you note ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. Thank you dear teacher, thank you for being a wonderful teacher to me. You helped me when I was scared and lonely. I am so thankful for your kindness and support. Love, Chippy. ഇങ്ങനൊരു താങ്ക്സ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു താങ്ക് യു നോട്ട് എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലെസൺസിനെ ഹെൽപ്പ് ചെയ്തു. ഡിയർ ഫ്രണ്ട്, താങ്ക് യു ഫോർ യുവർ അമേസിംഗ് ഹെൽപ്പ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ബീയിങ് ദേർ ഫോർ മീ. സിമ്പിൾ ആയിട്ടുള്ളൊരു താങ്ക് യു നോട്ടാണത്. അപ്പോൾ ഈ താങ്ക് യു നോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ച് ചേർത്ത് മനോഹരമാക്കാം. ഇനി അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു താങ്ക് യു നോട്ടാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ്. ഐ കുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് വിതൗട്ട് യു. താങ്ക് യു ഡിയർ ഫ്രണ്ട്. ഇപ്പൊ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് താങ്ക് യു നോട്ട് നമ്മുടേതായിട്ടുള്ള ഭാവനയിൽ നമുക്ക് എഴുതാം. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ട്രെയിനർ ഓർ കോച്ച് who help you to participate in arts festival or sports event. ഇനി അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു താങ്ക് യു നോട്ട് എഴുതുക. ഒരു കോച്ചിന് വേണ്ടിയിട്ടുള്ള താങ്ക് യു നോട്ടാണ് എഴുതേണ്ടത്. അദ്ദേഹം നമ്മളെ ഒരു സ്പോർട്സ് ഇവന്റിലോ അല്ലെങ്കിൽ ഒരു ആർട്സ് ഫെസ്റ്റിവലിലോ പങ്കെടുക്കാൻ സഹായിച്ചു.
അതിന് 2 ടൈപ്പ് താങ്ക് യു നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് സ്പോർട്സ് ഇവന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ് വിത്ത് ദ സ്പോർട്സ് ഫെസ്റ്റിവൽ. ഐ റിയലി അപ്രീഷിയേറ്റ് യു ടേക്കിംഗ് ദ ടൈം ടു ഹെൽപ്പ് മീ പ്രിപ്പയർ ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ഇറ്റ് മെന്റ് എ ലോട്ട് ടു മീ. അപ്പോൾ കോച്ചിന് വേണ്ടിയുള്ള താങ്ക് യു നോട്ടാണ്. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചതും ഇതിൽ പങ്കെടുക്കാൻ സഹായിച്ചതും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താങ്ക് യു നോട്ടാണ്. ഐ വോണ്ട് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഹെൽപ്പ് വിത്ത് ദ ആർട്സ് ഫെസ്റ്റിവൽ. Your guidance and encouragement were invaluable. Thank you for making it possible for me to participate. എന്നെ ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സഹായിച്ചതിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു. താങ്കളുടെ ഗൈഡൻസും പ്രോത്സാഹനവും എനിക്ക് ഇൻവാല്യുവബിൾ ആണ്. അത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് നന്ദി വാക്കുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് 2ാമത്തെ നോട്ട്. അപ്പൊ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നോട്ട് എഴുതാം. ഏത് വേണമെങ്കിലും നമുക്ക് നോട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള നോട്ട് വേണമെങ്കിലും എഴുതാം. ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. ഒരു പോസ്റ്റ് കാർഡിലോ അല്ലെങ്കിൽ ഒരു കാർഡ് പോലെയൊക്കെ ആക്കി നമുക്കിത് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.